ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ സമസ്ത 100ാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം തൊഴുവാനൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊഴുവാനൂർ ടാലന്റ് ടെസ്റ്റ് എക്സാമിനേഷന് തുടക്കമായി. ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ സമസ്ത 100ാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം തൊഴുവാനൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന തൊഴുവാനൂർ ടാലന്റ് ടെസ്റ്റ് എക്സാമിനേഷന് തുടക്കമായി. പരീക്ഷയുടെ റേഞ്ച് തല ഉദ്ഘാടനം പ്രാർത്ഥന ദാറുസ്സലാം മദ്രസയിൽ വെച്ച് നടന്നു. തൊഴുവാനൂർ റേഞ്ചിലെ 11 മദ്രസകളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. മദ്രസ തലങ്ങളിൽ 1-2 സ്ഥാനമാക്കുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി റേഞ്ച് തല മത്സരം 26-ന് ഞായറാഴ്ച കാവുംപുറം മദ്രസയിൽ വെച്ച് നടക്കും. മദ്രസ തല പരീക്ഷകളുടെ റേഞ്ച് തല ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് നിർവഹിച്ചു. നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ നമുക്ക് തന്ന ഒരു നിധിയാണ് ഇതേപോലെയുള്ള ഈ മദ്രസ സംവിധാനം. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇതുപോലെയുള്ള ഒരു സംവിധാനം നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഉത്തരേന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മദ്രസ പഠനവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലും ഒക്കെ നമുക്കറിയാൻ കഴിയും. നേരെ മറിച്ച് 100 വർഷം മുമ്പ് സംസ്ഥ എന്ന ആദരണീയ സംഘടന ഇവിടെ രൂപീകരിച്ചത് മുതൽ നമ്മുടെ കുട്ടികളെ രാവിലെ 6 മണി മുതൽ അല്ലെങ്കിൽ 7 മണി മുതൽ നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കുകയും ഉന്നതമായ മതവിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഇസ്ലാമിനും അതുപോലെ തന്നെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ നമുക്ക് വേണ്ടി ഉന്നത പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള ഉന്നതിയിലെത്തിച്ച ഒരുപാട് ആളുകളെ നമുക്ക് ഇതിലൂടെ വാർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. സി കാസിം അധ്യക്ഷത വഹിച്ചു. മുഹസിൻ വടക്കുമുറി, ജാഫർ വാഫി, അബ്ദുൾ റഷീദ് ഫൈസി, നൌഫൽ മാസ്റ്റർ, KT മുഹമ്മദ്, അബ്ദുൽ ബിഷിർ ഹസനി, ഇബ്രാഹിം അമ്പലപ്പറമ്പ്, അബ്ദുൽ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു.